ഗുഡ് ഈവനിംഗ് 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ടൻ. നോക്കാം ഈ മണിക്കൂറിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. SIT റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിട്ടും CPIM നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ദൈവതുല്യനായ വ്യക്തിയെ സംരക്ഷിക്കാനാണോ എന്നും ചോദ്യം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പരാതിക്ക് പിന്നാലെ വൻ പ്രതിഷേധം. സൂപ്രണ്ടന്റ് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കഷ്ണം ലഭിച്ചതിൽ DMOയുടെ അന്വേഷണം. വേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ലെന്ന് യുവതി. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. CPIMന് സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണ രീതി. ബിനോയ് വിശ്വം മറുപടി പറയണമെന്നും VD സതീശൻ. AK ബാലന് BJPയുടെ സ്വരമെന്ന് രമേശ് ചെന്നിത്തല. ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി CPIM വർഗീയ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കേരള അമീർ മുജീബ് റഹ്മാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. ഉമ്മൻചാണ്ടിയുടെ മക്കളായ മറിയാവുമ്മനും അച്ചുമ്മനും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ യോഗ്യൻ ചാണ്ടി ഉമ്മനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്. തൊടുപുഴയിൽ വീണ്ടും ജനവിധി തേടാൻ PJ ജോസഫ്. മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന പ്രചാരണം തെറ്റെന്ന് അപ്പു ജോസഫ് 24നോട്. NCPയിൽ നിന്ന് എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി CPIM. പ്രചാരണം മാത്രമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് 24നോട്. സിറ്റിംഗ് MLAമാർ മത്സരിക്കുമെന്ന സൂചന നൽകി ജില്ലാ സെക്രട്ടറി. കുട്ടനാട്ടിൽ LDF സീറ്റ് NCPക്ക് തന്നെ. വീണ്ടും ജനവിധി തേടാൻ തോമസ് K തോമസ്. ആറന്മുളയിലും റാന്നിയിലും അബിൻ വർക്കിയുടെ പേര് പരിഗണനയിൽ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UK യാത്രയിൽ ക്രമക്കേടെന്ന റിപ്പോർട്ടിൽ പരാമർശം. അനുമതി ലഭിച്ചത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും. ഫണ്ട് പിരിവിനായി യാത്ര ദുരുപയോഗം ചെയ്തെന്ന് വിജിലൻസ്. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം നിബന്ധനയ്ക്ക് ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. വേങ്ങര വിട്ട് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക്. N ഷംസുദ്ദീൻ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി എന്നിവരും മത്സരിക്കും. തെരുവുനായ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പിടികൂടുന്ന നായകളെ അവിടെ തന്നെ തുറന്നുവിട്ടാൽ എങ്ങനെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് കോടതി. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി പരിഹാരമെന്ന് മൃഗസ്നേഹികൾക്ക് പരിഹാസം. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാൻ ഉത്തരവിടണമെന്ന് പേവിഷബാധയേറ്റ് മരിച്ച പത്തനംതിട്ട സ്വദേശി അഭിരാമിയുടെ അമ്മ കോടതിയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓഫീസ് മുറി തർക്കം അവസാനിക്കുന്നു. വിവാദത്തിനു പിന്നാലെ ശാസ്തമംഗലത്തെ ഓഫീസ് മുറി ഒഴിയാൻ VK പ്രശാന്ത് MLA. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ശാസ്തമംഗലത്തെ ഓഫീസിൽ നിന്ന് മാറും. പുതിയ ഓഫീസ് മരുതം കുഴിയിൽ. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഓഫീസ് മാറുന്നത് എന്ന് VK പ്രശാന്ത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടി. പരാതിക്കാരിയെ കേസിൽ കക്ഷി ചേർത്തു. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് പരാതിക്കാരിയെ കക്ഷി ചേർത്തത്. താൻ കടുത്ത സൈബർ അധിക്ഷേപങ്ങൾ നേരിടുന്നുവെന്ന് അതിജീവിത കോടതിയിൽ. മുൻമന്ത്രി മുസ്ലിം നേതാവായ VK ഇബ്രാഹിം കുഞ്ഞിന് രാഷ്ട്രീയ കേരളത്തിന്റെ വിട. മൃതദേഹം ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. അന്ത്യോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. അന്ത്യം 73-ാം വയസ്സിൽ അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ കൈമാറി ജില്ലാ ഭരണകൂടം. കലക്ടറുടെ നിർദ്ദേശപ്രകാരം പണം നൽകിയത് ദേശീയപാത അതോറിറ്റി. ബിജുവിന്റെ മകൾക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതായും ജില്ലാ കലക്ടർ ദിനേശൻ ചെറുവാട്ട്. തുടർച്ചയായി സമൻസ് അവഗണിച്ചെന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ ED കോടതിയിൽ. 10 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ഫയൽ ചെയ്തു. നേരത്തെ ED അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അനീഷ് ബാബു കൈക്കൂലി ആരോപണം ഉന്നയിച്ചിരുന്നു. ആലപ്പുഴ ഹരിപ്പാടിൽ ആനയുടെ കാൽച്ചുവട്ടിലേക്ക് കുഞ്ഞു വീണ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് പോലീസ്. ദേവസ്വം പാപ്പാൻ ജിതിൻ രാജിനെ കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിന്റെ പിതാവ് കൊട്ടിയം അഭിലാഷിനായി തെരച്ചിൽ തുടരുന്നു. കോഴിക്കോട് ഭട്ട് റോഡിലെ ബീച്ചിലെ മോഷണത്തിൽ യുവതി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. യുവാവിന്റെ 1 പവൻ മാലയാണ് പ്രതികൾ
മോഷ്ടിച്ചത് മുഖ്യപ്രതി ഫവാസിന്റെ പെൺസുഹൃത്ത് സൂക്ഷിച്ചിരുന്ന മാല പോലീസ് കണ്ടെടുത്തു. പാലക്കാട് പോത്തുണ്ടിയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ സജിത ദമ്പതികളുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം അനുവദിച്ചു. 3 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾക്ക് നഷ്ടം സംഭവിച്ച 143 ദുരന്ത ബാധിതർക്കും ധനസഹായം ലഭിക്കും. തിരുവനന്തപുരം വിതുരയിൽ യുവാവിനെയും യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാരായമുട്ടം സ്വദേശി സുബിൻ, ആര്യൻകോട് സ്വദേശിനി മഞ്ജു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. മിൽമ പാൽ വില കൂട്ടാൻ ആലോചനയെന്ന് ചെയർമാൻ KS മണി. പാൽ സംഭരണം കൂടിയിട്ടുണ്ട്. കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം തീരുമാനമുണ്ടാകുമെന്നും KS മണി. പത്തനംതിട്ടയിൽ പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടം ആസൂത്രണം ചെയ്ത യുവാക്കൾ അറസ്റ്റിൽ. പ്രണയിനിയുടെ മാതാപിതാക്കളുടെ പ്രശംസ പിടിച്ചുപറ്റാനാണ് യുവാക്കൾ വാഹനാപകടം ഉണ്ടാക്കിയത് എന്ന് പോലീസ്. കോന്നി സ്വദേശികളായ രഞ്ജിത്ത്, അജാസ് എന്നിവർ അറസ്റ്റിൽ. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ശില്പ, മകൻ അക്ഷയ്ജിത്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയം. പാലക്കാട് കുഞ്ചിയാർപതിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. തോട്ടം തൊഴിലാളി മല്ലികയ്ക്കാണ് പരുക്കേറ്റത്. പത്തനംതിട്ട നാരങ്ങാനം മടത്തുംപടിയിൽ സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ മരുതത്തിന്റെ മാടൻ മോക്ഷം നാടകം കോട്ടയത്തെത്തുന്നു. ജനുവരി 24-നും 25-നും കോട്ടയം ഈരയിൽ കടവ് ബൈപ്പാസ് റോഡിലെ മുപ്പായിപ്പാടം വിജയപുരം രൂപതാ മൈതാനത്ത് നാടകം നടക്കും. പ്രശസ്ത നാടക പ്രവർത്തകരും സിനിമാ താരങ്ങളുമായ പ്രമോദ് വെളിയനാടും ജയചന്ദ്രൻ തകഴിക്കാരനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. മൃഗസംരക്ഷണ വകുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലേക്ക് രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി സർജൻ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മുതൽ ജില്ലാ കോടതി പാളത്തിന് സമീപത്തുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന MWTCയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 11-ന് രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗക്കാർക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. 30 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും 50% മാർക്കോടെ ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചറർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം ഈ മാസം 13-ന് രാവിലെ 10:30-ന്. തിരുവനന്തപുരം ധനുവച്ചപുരം IHRD കോളേജിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തൃശൂർ വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച നാളെ രാവിലെ 11-ന്. ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ വീണ്ടും ബുൾഡോസർ രാജ്. തുർക്ക്മാൻ ഗേറ്റിലെ മസ്ജിദിന് സമീപത്തുള്ള നിരവധി നിർമ്മിതികൾ ഇടിച്ചു നിരത്തി. പോലീസിന് നേരെ കയ്യേറ്റവും കല്ലേറുമുണ്ടായി. PSLV C-62 വിക്ഷേപണം ഈ മാസം 12-ന്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:17-ന് റോക്കറ്റ് കുതിച്ചുയരും. കഴിഞ്ഞ തവണ PSLV വിക്ഷേപണം പരാജയപ്പെട്ടിരുന്നു. എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസനെ മാറ്റാനൊരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലെ മെല്ലെപ്പോക്കും മതിയായ പുരോഗതി കൈവരിക്കാത്തതും ടാറ്റ ഗ്രൂപ്പിന് അതൃപ്തിയുണ്ടാക്കിയെന്നാണ് സൂചന. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി എയർ ഇന്ത്യ. ശക്തമായ മൂടൽമഞ്ഞിനെ തുടർന്ന് സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഡൽഹിയിലെ വായുമലിനീകരണം ഗുരുതരമായി തുടരുന്നതിൽ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പരാജയപ്പെടുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണം.
SIR NRC പോലെയല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. ഒരു വിദേശി പോലും വോട്ടർ പട്ടികയിൽ കയറിക്കൂടരുതെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നതെന്നും അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും കമ്മീഷനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി. ബംഗ്ലാദേശ് ഫാസ്റ്റ് ബോളർ മുസ്തഫിസുർ റഹ്മാനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിൽ BCCIക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. കളിക്കാരെ ലക്ഷ്യം വെക്കുന്നത് അന്യായമാണെന്നും അത് ലോകകപ്പിനെ ബാധിക്കുമെന്നും ഒമർ അബ്ദുള്ള. ഇന്ത്യ യൂറോപ്പ് ബന്ധം കൂടുതൽ സുതാര്യമാകുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. വിവിധ മേഖലകളിൽ നിക്ഷേപം ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി. പഞ്ചാബിലെ അമൃത്സറിൽ പോലീസ് എൻകൗണ്ടർ. കൊലപാതക കേസ് പ്രതി ഹർനൂർ സിംഗ് കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അശോക് ലെയ്ലാൻഡിന്റെ പുതിയ പ്ലാന്റ് തുറക്കും. ജനുവരി 9 മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് സർക്കാർ നൽകുന്ന പൊങ്കൽ കിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം പറയുന്നത് രാജ്യദ്രോഹമല്ലെന്ന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി. കോടതി നിരീക്ഷണം: പാകിസ്ഥാൻ പതാകയുടെയും നിരോധിത ആയുധങ്ങളുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തയാൾക്ക് ജാമ്യം നൽകിയ ഉത്തരവിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ BJPയുടെ IT സെൽ നിർമ്മിച്ചതാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആപ്പുകൾ നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും മമത. ജമ്മു കശ്മീരിൽ കൗണ്ടർ ഇന്റലിജൻസ് കശ്മീർ വിഭാഗത്തിന്റെ വ്യാപക റെയ്ഡ്. നടപടി സൈബർ തട്ടിപ്പുകളുമായും ഭീകരവാദ ധനസഹായവുമായി ബന്ധപ്പെട്ട മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ട്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ടൈഫോയിഡ് വ്യാപനമെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 11 പേർക്ക്. മഹാരാഷ്ട്രയിലെ അംബർനാഥിലെ മുനിസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ BJP കോൺഗ്രസ് സഖ്യത്തിൽ കടുത്ത നടപടിയുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. 12 കൌൺസിലർമാരെയും സസ്പെൻഡ് ചെയ്തു. അംബർനാഥിലെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രദീപ് പാട്ടീലിനെയും സസ്പെൻഡ് ചെയ്തു. രാജ്യാന്തര വാർത്തകൾ. സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹം മദീനയിൽ ഖബറടക്കി. മലപ്പുറം മഞ്ചേരി സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, മാതാവ് മൈമൂനത്ത് എന്നിവർക്കാണ് പ്രവാസി ലോകം വിട നൽകിയത്. ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ബേല താർ അന്തരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. 2022 IFFKയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവാണ്. ഇന്ത്യ കൂടുതൽ തീരുവകൾ നൽകുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നോട് അതൃപ്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഗണ്യമായി കുറച്ചുവെന്നും ട്രംപ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. തന്നെ കൊണ്ടുപോകാൻ വരൂ എന്നും ഇവിടെ കാത്തിരിക്കുകയാണെന്നും കൊളംബിയൻ പ്രസിഡന്റ്. വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ 30-50 ദശലക്ഷം ബാരൽ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇത് വിപണി വിലയ്ക്ക് വിൽക്കുമെന്നും വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനതയുടെ ക്ഷേമത്തിനായി പണം ഉപയോഗിക്കുമെന്നും ട്രംപ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക. ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നതിന് സൈനികാക്രമണം അടക്കം പരിഗണിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനല്ല, വാങ്ങാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനോന്റെ ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ദക്ഷിണ ലെബനനിലെ തീരദേശ നഗരമായ സിഡോണിലെ 3 നില വാണിജ്യ കെട്ടിടം തകർന്നു. സൈനിക നടപടി ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളി മെക്സിക്കോ. അമേരിക്കയുടെ ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക ബന്ധങ്ങൾ നിർണായകമാണെന്നും മെക്സിക്കൻ പ്രസിഡന്റ്. സൊമാലിലാൻഡ് സന്ദർശിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ. സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ അംഗീകരിച്ചതിനു ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനം. അമേരിക്കയുടെ പിന്തുണയോടെ സിറിയയുമായുള്ള നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിച്ചെന്ന് ഇസ്രായേൽ. പൗരന്മാരുടെ സുരക്ഷയും അതിർത്തികളിലെ വെല്ലുവിളിയും ചർച്ചയായെന്നും റിപ്പോർട്ട്. ജെറുസലേമിലെ യെർമിയാഹു സ്ട്രീറ്റിൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ബസ് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. ഡ്രൈവർ കസ്റ്റഡിയിൽ. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം 11ാം ദിവസത്തിലേക്ക്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ ധർണ നടത്തിയ പ്രതിഷേധക്കാരെ സൈന്യം അക്രമാസക്തമായി നേരിട്ടു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രാജ്യം വിടാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യയിലെ ഇറാൻ എംബസി.
ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് കണ്ടെത്തൽ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 17 പേർക്കെതിരെ പോലീസ് കേസ്. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുന്നു. ആൾക്കൂട്ടയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുളത്തിൽ ചാടിയ യുവാവ് മരിച്ചു. ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾക്ക് വൻ ഡിമാൻഡ്. വിൽപ്പന 4,51,073 പിന്നിട്ടു. ചൈനയിൽ നിന്ന് ഐഫോൺ നിർമ്മാണ പ്ലാന്റ് മാറ്റിയ ആപ്പിളിന്റെ തീരുമാനം ശരിവെച്ച് കണക്കുകൾ. രാജ്യത്തെ ഡേറ്റാ സെന്റർ ശേഷി ഈ വർഷം 1.7 ഗിഗാവാട്ടിലെത്തുന്നു. 2026-ൽ 220 മെഗാവാട്ട് ശേഷി കൂടി വർദ്ധിപ്പിക്കും. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ഞായറാഴ്ച തന്നെ അവതരിപ്പിച്ചേക്കുമെന്ന് സൂചന. ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ. സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ. പവന് 480 രൂപ കൂടി 1,02,280 രൂപയായി. ഗ്രാമിന് 60 രൂപ ഉയർന്ന് 12,785 രൂപയായി. 1 കോടി യാത്രക്കാരെന്ന നേട്ടത്തിൽ ഹാട്രിക് കുറിച്ച് സിയാൽ. തുടർച്ചയായ 3-ാം വർഷവും സിയാലിലെ യാത്രക്കാരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. US വെനസ്വേല സംഘർഷം ക്രിപ്റ്റോ കറൻസികൾക്ക് ഗുണമാകുന്നു. ബിറ്റ്കോയിൻ വിലയിൽ വൻ കുതിപ്പ്. ബിറ്റ്കോയിൻ വ്യാപാരം നടക്കുന്നത് $93,800 $94,000 ഇടയിൽ. സ്പോർട്സ് ന്യൂസ്. 2020 ലോകകപ്പിൽ ഇന്ത്യയിലെ മത്സരങ്ങൾ മാറ്റണമെന്ന് ബംഗ്ലാദേശിന്റെ ആവശ്യം ICC തള്ളിയെന്ന് റിപ്പോർട്ടുകൾ. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതായി അറിവില്ലെന്ന് ICC. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ചെൽസിയുടെ പരിശീലകനായി ലിയാം റൊസീനിയർ ചുമതലയേറ്റു. 5.5 വർഷത്തേക്കാണ് കരാർ. റിയൽ മാഡ്രിഡ് ഡിഫൻഡർ അന്റോണിയോ റൂഡിഗറിനെ ടീമിലെടുക്കാൻ അൽ നസറിനോട് അഭ്യർത്ഥിച്ച് ടീം ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. റൂഡിഗറിനെ ടീമിലെത്തിച്ച് അൽ നസറിന്റെ ഡിഫൻസ് നിര ശക്തിപ്പെടുത്തണമെന്ന് ക്യാപ്റ്റൻ. ന്യൂസിലാൻഡ് ഇന്ത്യ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ജനുവരി 11-ന് വഡോദരയിൽ അരങ്ങേറും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പരമ്പര നിർണായകം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനാകാൻ ഒലെ ഗുന്നാർ സോൾജിയർ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട്. നിലവിൽ ഇടക്കാല പരിശീലകനായി ഡാരൻ ഫ്ലെച്ചർ തുടരും. വനിതാ പ്രീമിയർ ലീഗ് 4-ാം സീസണിന് മറ്റന്നാൾ തുടക്കം. 5 ടീമുകൾ മാറ്റുരയ്ക്കും. വിരമിക്കൽ പ്രഖ്യാപിച്ച് മലയാളി അത്ലീറ്റ് ജിൻസൺ ജോൺസൺ. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെള്ളിയും നേടിയ ജിൻസൺ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ്. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ദൃശ്യം 3 ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുമെന്ന് സംവിധായകൻ ജീതു ജോസഫ്. രാജഗിരി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജീതു ജോസഫ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന പാട്രിയറ്റ് ഏപ്രിൽ അവസാന വാരം തിയേറ്ററുകളിൽ എത്തുമെന്ന് സൂചന. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രം കാരക്കാമുറി ഷൺമുഖൻ വീണ്ടും എത്തുന്നു. പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകുമെന്ന് സൂചനകൾ. സൂര്യ RJ ബാലാജി ചിത്രം കറുപ്പ് ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും. തൃഷ നായികയെ എത്തുന്ന ചിത്രത്തിന് സായ് അഭ്യാങ്കർ സംഗീതമൊരുക്കും. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടോക്സിക് എന്ന സിനിമയുടെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. രുക്മിണി വസന്ത് അവതരിപ്പിക്കുന്ന മെല്ലീസ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. കല്യാണി പ്രിയദർശന്റെ ആദ്യ ഹിന്ദി ചിത്രത്തിൽ രൺവീർ സിംഗ് നായകനാകും. ജയ് മെഹ്ത്ത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രളയ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആം ഗെയിം എന്ന ദുൽഖർ ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്നത് തമിഴ് ചിത്രമെന്ന റിപ്പോർട്ടുകൾ. ബാംഗ്ലൂർ ബേസ്ഡ് റോം കോം ചിത്രത്തിന്റെ ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നു. കൽക്കരി, ലോക എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയ ശിവജിത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രമൊരുങ്ങുന്നു. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ച അഭിനവ് ശിവന്റെ ആദ്യ ചിത്രം ആക്ഷൻ ത്രില്ലറാണ്. തനിക്കും കുടുംബത്തിനുമെതിരെ പെയ്ഡ് സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്ന ആരോപണവുമായി തമിഴ് താരം ശിവകാർത്തികേയൻ. ആരോപണം പൊങ്കൽ റിലീസിനൊരുങ്ങുന്ന പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയുള്ള അഭ്യൂഹ പ്രചാരണങ്ങളോട് ആദ്യമായി പ്രതികരിച്ച നടി പൂനം കൗർ. രാഹുലുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല. രാഹുലിനെ കണ്ടത് കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെന്നും നടി. വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് 2ാം ഭാഗവുമായി അണിയറ പ്രവർത്തകർ. ബിയോണ്ട് ദ കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിൽ എത്തും. ഫാക്ട് ചെക്ക്. നിക്കോളാസ് മെഡൂരോയുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു.
മെഡൂറോയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വെനിസ്വേലയിൽ നടന്ന ആഹ്ലാദ പ്രകടനം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ മൊണാഗ സംസ്ഥാന ഗവർണർ ഏണസ്റ്റോ ലൂണ പങ്കെടുത്ത റാലിയുടെ ദൃശ്യങ്ങളാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വൻ MDMA വേട്ട. 32 ഗ്രാം MDMAയുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. കോഴിക്കോട് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 5 മാസം പ്രായമായ കുഞ്ഞു മരിച്ചു. താമരശ്ശേരി അടിവാരം ആഷിഖ് ഷഖലാഷറിൻ ദമ്പതികളുടെ മകൾ ജന്ന ഫാത്തിമയാണ് മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് കരിപ്പൂർ വില്ലേജ് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കണക്കിൽപ്പെടാത്ത പണവും മദ്യക്കുപ്പിയും കണ്ടെത്തി. വിജയുടെ ജനനായകൻ റിലീസ് പ്രതിസന്ധി തുടരുന്നു. റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ അധികാരമുണ്ടെന്ന് സെൻസർ ബോർഡ് കോടതിയിൽ അറിയിച്ചു. 9 റിലീസ് ചെയ്തില്ലെങ്കിൽ നഷ്ടമുണ്ടാകുമെന്ന് സിനിമാ നിർമ്മാതാക്കൾ. ഇടുക്കി മാങ്കുളത്ത് കാട്ടാന ആക്രമണം. മധ്യവയസ്കന് പരിക്കേറ്റു. കാപ്പി വിളവെടുക്കുന്നതിനിടെ താളുകണ്ടംകുടി സ്വദേശി സതീശൻ PKക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ കിട്ടിയത്. എറണാകുളം വൈപ്പിൻ മാലിപ്പുറത്ത് മുറിയിൽ കുടുങ്ങിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് രക്ഷകരായി ഫയർഫോഴ്സ്. 1.5 ഉം 3 വയസ്സുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ മുറി ലോക്കാവുകയായിരുന്നു. കോഴിക്കോട് മുത്താമ്പി അണ്ടർപാസിന് സമീപം പിക്കപ്പ് ലോറി മറിഞ്ഞ് അപകടം. 8 പേർക്ക് പരിക്കേറ്റു. പുളിയഞ്ചേരി നെല്ലുള്ളിത്താഴെ നിന്നുള്ള ബ്ലൂവിയൻസ് നാസിക് ഡോൾ സംഘം സഞ്ചരിച്ച പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം. അനധികൃതമായി പിരിച്ചുവിട്ടിട്ടും ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് ആരോപിച്ച് സൂപ്പർ ന്യൂമറി തസ്തികയിലുള്ള ഭിന്നശേഷിക്കാരനായ ജീവനക്കാരാണ് പ്രതിഷേധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.